ഹലോ കിഡ്സ്, ഇന്ന് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത് ഒരു സീനറിയാണ്. എങ്ങനെ വളരെ എളുപ്പത്തിൽ ഇത് വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കുറേ ട്രയാങ്കിൾ വരയ്ക്കുന്നതാണ് വരയ്ക്കാൻ പോകുന്നത്. ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഒരു ട്രയാങ്കിളിൻ്റെ പാതി കണക്ക് മുകളിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഇവിടെ നിർത്തുക. ഇനി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് അത് ജോയിൻ ചെയ്യുക. ഇത് നമ്മുടെ മൗണ്ടൻ ആകും. പിന്നെ ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് മുകളിൽ കൊണ്ടുപോകുക. പിന്നെ അവിടുന്ന് പതുക്കെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് താഴെ കൊണ്ടുപോകുക. ഇപ്പം 2 മൗണ്ടനായി. ഇനി ഒരു മൗണ്ടൻ, ഇതിൻ്റെ പകുതിയിൽ നിന്ന് പിന്നെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ മേളിലോട്ട് വരയ്ക്കുക. പിന്നെ അവിടുന്ന് താഴോട്ട് കണ്ട ഒരു മൗണ്ടൻ, പിന്നെ ഒരു കൊച്ചു മൗണ്ടൻ, ഒരു ജസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു. പിന്നെ അവിടുന്ന് താഴോട്ട്. പിന്നെ നമ്മളൊരു 3 വരച്ച് ഒരു സർക്കിൾ. ഇനി നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഈ മൗണ്ടൻ്റെ താഴേന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ഇനി ഇവിടെ 2 മരങ്ങൾ കണക്ക് നമുക്ക് വരയ്ക്കാം. ഇനി ഇപ്പുറത്തുനിന്ന് അതും 2 ലൈൻ അങ്ങ് വരച്ചാൽ മതി. ഇനി അതിനകത്തുനിന്ന് ഒരു ലൈൻ താഴോട്ട്, ഒരു ലൈൻ താഴോട്ട്, പിന്നൊന്ന് മുകളിലോട്ട്, ഇങ്ങനെ. ഇതിൽ നിന്നും സെയിം തന്നെ താഴോട്ട്, ഇവിടുന്ന് ഒരു ലൈൻ, പിന്നെ ഇവിടുന്ന്, പിന്നെ ഇവിടുന്ന്, പിന്നെ ഇവിടുന്ന്, ഇവിടുന്ന്, ഇവിടുന്ന്. പിന്നെ ഇതിന് നമുക്ക് ഇലകൾ വരയ്ക്കാം. അത് നമ്മളില്ല കൊച്ച് ഇങ്ങനെ 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 ജസ്റ്റ് ഒന്നാക്കിയാൽ മതി ഇലകൾക്ക്. ജസ്റ്റ് എല്ലാം അങ്ങനെ തന്നെ നമ്മളങ്ങ് വരച്ച് തീർക്കണം. ആ മരം കംപ്ലീറ്റ്. ഇനി ഇവിടെ അതേ സെയിം കണക്ക് തന്നെ ഒരു ലൈൻ ഇട്ട് അകത്തോട്ട് ജസ്റ്റ് വരച്ചാൽ മതി. നിങ്ങൾക്ക് ഈ ലൈനിന് പകരം 2 സൈഡിലും ഓരോ സ്ട്രെയിറ്റ് ലൈൻ ഇട്ടും വരയ്ക്കാം. അതും കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇത് ഞാൻ വരച്ച് എനിക്ക് സിമ്പിളായതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്പീഡിൽ വരയ്ക്കുന്നത്. നിങ്ങൾ ആദ്യം വരയ്ക്കുമ്പോഴുള്ള പാടേ ഉള്ളൂ, പിന്നെ അങ്ങ് സിമ്പിളാകും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓരോ ലൈൻ ഇട്ട് കൊടുത്താൽ ആ മരത്തിന് കാണാനൊരു ഭംഗിയായിരിക്കും. ഇനി നമ്മൾ അടുത്തത് ഒരു പുഴയാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു ലൈൻ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വളച്ച്
ഇങ്ങോട്ടങ്ങ് ജോയിൻ ചെയ്യണം. ഇനി നമ്മളിവിടെ ഇത് മണ്ണാണ്, നമുക്ക് ഇവിടെ ഒരു കുഞ്ഞു വീട് വരയ്ക്കാം. അത് നമ്മൾ ആദ്യം ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. പിന്നെ ട്രയാങ്കിളിൻ്റെ താഴെ 2 സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. പിന്നെ ആ വീട്ടിൻ്റെ മുകളിലോട്ട് ഇങ്ങോട്ട് ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കണം. പിന്നെ അതിവിടെ കൊണ്ട് ലൈൻ ജോയിൻ ചെയ്യണം. പിന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ താഴോട്ട് വരയ്ക്കണം. ഈ ലൈനും ആ ലൈനും കൂടെ ജോയിൻ ചെയ്ത് ഈ ലൈനും നമ്മൾ ജോയിൻ ചെയ്ത് ഇനി നമ്മൾ ഇവിടെ ഒരു സർക്കിൾ കൊടുത്ത് പിന്നെ ഡോറ് നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഇവിടെ വളച്ചുകൊണ്ട് ചേർത്ത് ഇതിനകത്തൊരു ലൈൻ വരച്ച് അതിൻ്റെ താഴെ ഒരു ലോക്കും കൊടുത്ത് നമുക്ക് 2 വിൻഡോസും ഈ വീട്ടിൽ കൊടുക്കാം. വീട്ടിൻ്റെ ഫൗണ്ടേഷൻ മാതിരി നമ്മളിവിടെ വേറൊരു ലൈനും കൂടെ ജോയിൻ ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഗാർഡനിൽ കുറച്ച് കാട് കണക്ക് വരയ്ക്കാനായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിൽ നമ്മൾ ഒരു വള്ളം കെട്ടിയിട്ടുണ്ട്. അപ്പം ആ വള്ളത്തിൻ്റെത് കാണിക്കാനായിട്ട് ഇവിടെ ഒരു കുഞ്ഞ് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഇങ്ങനെ ജോയിൻ ചെയ്യുക. പിന്നെ അതിൽ നിന്ന് ഒരു കയറ് കെട്ടി നമ്മൾ വള്ളത്തിലോട്ട് ജോയിൻ ചെയ്യുന്ന കൊടുക്കാം. വള്ളം വരയ്ക്കാൻ സർക്കിളിൻ്റെ സർക്കിളിൻ്റെ പാതി കണക്കാണ് വരയ്ക്കുക. എന്നിട്ട് ഇതും കൂടെ കൊണ്ട് ജോയിൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വേറൊരു ലൈൻ വരച്ച് അതും ജോയിൻ ചെയ്യുക. ആ 2 ലൈനിൻ്റെ ഇടയ്ക്ക് ഓരോ ലൈൻ കൊടുക്കുക. അപ്പം നമ്മുടെ സീനറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതിനെ കളർ ചെയ്യാം. ഇവിടെ ഞാനിത് കളർ ചെയ്യാൻ പോകുന്ന ക്രയോൺസ് കൊണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാം. ഇന്നത്തെ ചിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.